നല്ല മാതൃകകളുണ്ട്, നല്ല ആദർശങ്ങളുണ്ട്, നല്ല ഉപദേശങ്ങളുണ്ട്, നമ്മുടെ നല്ല വിശ്വാസത്യങ്ങളുണ്ട്. ഇതൊക്കെ ഓർക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ദിവസം കൂടിയാണ് ഇന്ന്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായ വ്യക്തി, നമുക്ക് മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഇരുവാശം കണ്ടവർ പോലും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഓർമ്മിക്കുന്ന, ഇന്നും അദ്ദേഹത്തിൻ്റെ വേർപാട് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ധാരാളം വ്യക്തികളെ നമ്മുടെ കുടുംബങ്ങളിലും അദ്ദേഹം വസിച്ചിരുന്ന പട്ടാമ്പി മേഖലകളിലും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വലിയൊരു മരം, അത് ധാരാളം പക്ഷികളും അതുപോലെ തന്നെ ധാരാളം ജീവികൾക്കൊക്കെ വാസകേന്ദ്രമായിരുന്ന ഒരു തണൽമരം, അത് കാറ്റത്ത് വീഴുമ്പോൾ, കാറ്റത്ത് വീണതിന് ശേഷമാണ് പലപ്പോഴും ആ മരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മുടെ മുറ്റത്ത് തണൽ നൽകിയിരുന്ന ആ വൃക്ഷം കടപൊഴുകുമ്പോൾ ആ സ്ഥലത്ത് ഒരു ശൂന്യതയും ആ മരത്തിൻ്റെ ഫലമനുഭവിച്ചതുകൊണ്ടായിരുന്ന വേദനയും വലുതാണ്. ധാരാളം പക്ഷികളും ജീവികളും ഒക്കെ പാർത്തിരുന്ന് ആ മരം വീഴുമ്പോൾ ആ മരം നൽകുന്ന ശൂന്യത വലുതാണ്. മുറ്റത്തുള്ള മരം വീഴുമ്പോൾ അത്രമാ ശൂന്യത നമ്മൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ജോസ് തോപ്പ് എന്ന് പറയുന്ന ആ പടുവൃക്ഷം. നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ വേർപെട്ടു പോയപ്പോൾ നമ്മൾ അനുഭവിച്ച ശൂന്യത, അത് മക്കളിൽ നിന്നും അതുപോലെ തന്നെ ഇന്നും പട്ടാമ്പി പ്രദേശത്തു നിന്നും പട്ടാമ്പി സമപ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ശുശ്രൂഷ ചെയ്ത മേഖലകളിലെല്ലാം കാണുന്ന വ്യക്തികളിലും അവർ ചോദിക്കുമ്പോൾ ഒക്കെ നമ്മൾ മനസ്സിലാകുന്നു. ആ ശൂന്യതയാണ്, ശൂന്യത ഫലമായിട്ട് ആ ഫലം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പേര് ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ വേണ്ടി ദൈവം ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാ നന്മ ചെയ്തു പോയ വ്യക്തി തൻ്റേതായ ആദർശങ്ങളും തൻ്റേതായ വ്യക്തിത്വവും അത് ഏതവസരത്തിലും പ്രകടമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ ലോകത്തിൻ്റെതായ വസ്തുതയ്ക്കും ഈ ലോകത്തിൻ്റെതായ ഓണത്തിനനുസരിച്ച് സഞ്ചരിക്കാതെ തൻ്റെ നിലപാടുകൾക്കും തൻ്റെ ആദർശങ്ങൾക്കും വേണ്ടി നിലനിന്ന വ്യക്തി. അത് കുടുംബത്തിലാണെങ്കിലും ശരി, തൻ്റെ ശുശ്രൂഷ മേഖലയാണെങ്കിലും ശരി, തൻ്റെ സേവന മേഖലയിലൊക്കെ അദ്ദേഹം അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രമാത്രം വ്യക്തികളെ സ്നേഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയം കൂടിയാണത്. ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ വിളിക്കും. 33-ാം വയസ്സിൽ കർത്താവിനെ ഈശോയെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് എല്ലാം പൂർത്തിയായി എന്നുള്ളതാണ്. വെറും 33 വർഷം മാത്രം ജീവിച്ച് ഈശോ പോലും പറഞ്ഞു എല്ലാം പൂർത്തിയായി. നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ ചിന്തിക്കുക, ഇനിയും അദ്ദേഹത്തെ ധാരാളം ശുശ്രൂഷ ചെയ്യാമായിരുന്നു, സേവനം ചെയ്യാമായിരുന്നു ചിന്തിക്കുമെങ്കിലും ഈശോയുടെ പദ്ധതിയിൽ എല്ലാം പൂർത്തിയായ സമയത്താണ് അദ്ദേഹം ഈ ലോകത്ത് പോയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം അത്രമാത്രം തൻ്റെ ജീവിതത്തെ കണ്ടു, തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടു. അതുകൊണ്ടാണല്ലോ പുസ്തകത്തിൽ വായിച്ച് ചെറിയ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് വർഗീസിനോട് ഷീലവർഗീസ് പറയുന്ന കാര്യമുണ്ട്, എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ സമയമായി. അവസാന അന്ത്യസമയത്ത് അദ്ദേഹത്തെ കാണാമെന്ന് അവരോട് പറഞ്ഞത് എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ സമയമായി. അങ്ങനെ ഒരുങ്ങി തൻ്റെ മരണത്തെ മുന്നിൽ കണ്ട വ്യക്തി, ഒരുങ്ങി ദൈവത്തിൻ്റെ പരിപാടികളിൽ എല്ലാം ഒരുക്കി അദ്ദേഹത്തെ ലോകത്ത് യാത്രയാക്കാൻ കുടുംബാംഗങ്ങൾ സാധിച്ചു. അതിൻ്റെയൊക്കെ സന്തോഷം നമുക്കുണ്ട്. ഒപ്പം നമുക്ക് ഇന്നേ ദിവസം അദ്ദേഹം കാണിച്ചത് നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കാം. വലിയതൊന്നും ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി പാലിച്ച് ഓരോ ദിവസവും തൻ്റെ സേവന ജീവിതം, സേവനത്തിൽ ഓരോ ദിനവും ബൈബിൾ വായിച്ച് ആരംഭിച്ച ആ ക്രിസ്തുവിൻ്റെ അനുയായിയായ ജോസ് ഡോക്ടറെ നമ്മൾ അനുസരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഗുണങ്ങളും നമുക്കും
ക്രിസ്തുവിൻ്റെ ശിഷ്യരായ നമുക്കും സ്വീകരിക്കാൻ സാധിക്കട്ടെ. ബൈബിൾ പറഞ്ഞ വചനങ്ങൾ അക്ഷരങ്ങൾ പ്രാപിച്ച് ഒരു ലാഭേശ കൂടാതെ തൻ്റെ ശിഷ്യയിൽ ഈശോ അവരെ സ്നേഹിച്ചതുപോലെ മറ്റുള്ള സ്നേഹിച്ച് മുന്നോട്ട് പോയ ആ ജോസ് ഡോക്ടറെ നമുക്ക് അനുസ്മരിക്കാം. ആദ്യം തന്നെ മാതൃക നഫിജന അതിനെ തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ അങ്ങയോട് നമ്മൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം.